ഗാസ വംശഹത്യയുടെ നേർക്കാഴ്ചയായി മാറുകയാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് നടക്കുന്ന ചിത്രപ്രദർശനം. ഗാസയിലെ UN എമർജൻസി മെഡിക്കൽ ടീം ഡയറക്ടർ ഡോക്ടർ SS സന്തോഷ് കുമാർ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഒരുക്കിയത്. ധാരാളം പേരാണ് ചിത്രപ്രദർശനം കാണുവാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഗാസ അതിർത്തിയിൽ തദ്ദേശീയർ അഭയം പ്രാപിച്ച ടെന്റുകൾ, മനുഷ്യവിസർജ്യം ഒഴുകിപ്പരുന്ന നിരത്ത്, ചുറ്റിലും തകർക്കപ്പെട്ട് ഒറ്റത്തെങ്ങ് പോലെ തലയുയർത്തി നിൽക്കുന്ന അൽ-അക്സ ആശുപത്രി, ഭക്ഷണത്തിനും വെള്ളത്തിനുമായുള്ള നീണ്ട നിര, അനാഥരാക്കപ്പെട്ട കുട്ടികൾ, ചിതറിയ ശരീരഭാഗവുമായി നരകയാതന താണ്ടുന്ന മനുഷ്യർ, തകർന്നടിഞ്ഞ ഗാസ. പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയുടെ നേർക്കാഴ്ചയാണ് ലളിതകലാ അക്കാദമി കോഴിക്കോട് ആർട്ട് ഗാലറിയിലെ ഫോട്ടോ പ്രദർശനത്തിൽ. ഗാസയിലെ UN എമർജൻസി മെഡിക്കൽ ടീം അംഗം ഡോക്ടർ SS സന്തോഷ് കുമാർ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ഗാസയിൽ താമസിച്ചപ്പോൾ മൊബൈലിൽ പകർത്തിയ 60-ലധികം ചിത്രങ്ങളാണ് അവസാനത്തെ ആകാശം എന്ന പേരിൽ പ്രദർശിപ്പിച്ചത്. ഗ്രൗണ്ടിൽ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവർ ഈ പറയുന്ന മരണവുമായിട്ട് എങ്ങനെയാണ് മല്ലിടുന്നത്, ഇതിൻ്റെ ഇൻഡയറക്റ്റ് എഫക്ട്സ്, ഒരു വാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റംസിൻ്റെ ഫെയിലിയേഴ്സാണ്. അപ്പോൾ ആ സിസ്റ്റം ഫെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്, ഈ പറഞ്ഞ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഫെയിൽ ചെയ്യുന്നു, ഭക്ഷണ വിതരണ സംവിധാനം ഫെയിൽ ചെയ്യുന്നു, വെള്ളത്തിൻ്റെ സിസ്റ്റം ഫെയിൽ ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ചെയ്യുന്നു, കൃഷി ഫെയിൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഓരോന്നിനും ഒരു സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഇങ്ങനെ ഒരു ഡെപ്പിക്റ്റ് ചെയ്യാറില്ല. പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയാണ് സംഘാടകർ. സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 22-ന് പ്രദർശനം അവസാനിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.